ഇപ്പോൾ ലഭിക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. സൂചിപ്പാറയ്ക്ക് താഴെ വനത്തിൽ നിന്ന് 4 മൃതദേഹങ്ങൾ കിട്ടി. വനപാലകർ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹങ്ങൾ കിട്ടിയത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഈ ഭാഗത്ത് തെരച്ചിൽ ശക്തമാക്കിയിരുന്നു. സൂചിപ്പാറയിൽ വലിയ ബുദ്ധിമുട്ട് അങ്ങോട്ട് അവർക്ക് എത്തിച്ചേരാനൊക്കെ ഉണ്ടായിരുന്നു. എങ്കിൽ പോലും വലിയ തെരച്ചിൽ നടത്തിയിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് വനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. 4 മൃതദേഹങ്ങളാണ് കണ്ടെത്തിയെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം കടാവർ നായയൊക്കെ കൊണ്ടുപോയി വെള്ളത്തിലൂടെ പുഴ മുറിച്ചു കടന്നൊക്കെ അപ്പുറത്ത് പോയുള്ള തെരച്ചിലൊക്കെ അവർ നടത്തിയിരുന്നു. അവിടെ കുടുങ്ങിപ്പോകുന്ന സാഹചര്യം പോലും ഉണ്ടായിരുന്നു. നായയും കൊണ്ടൊക്കെ പോകുന്നത് വലിയ ദുഷ്കരമാണ് എന്നൊക്കെ നമ്മളോട് അവർ സംസാരിക്കുകയും ചെയ്തതാണ്. ആ സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ കിട്ടിയെന്നുള്ള വാർത്ത വരുന്നത്. മുഹമ്മദ് അസ്ലം ചേരുന്നുണ്ട്. അസ്ലം, 4 മൃതദേഹങ്ങൾ ലഭിച്ചു എന്നാണ് അറിയുന്നത്. ഏത് ഭാഗത്തു നിന്നാണ്? സൂചിപ്പാറയ്ക്ക് താഴെ വനഭാഗത്തു നിന്നാണ് 4 മൃതദേഹങ്ങളിൽ നിന്ന് കിട്ടിയ വിവരം ഇപ്പോൾ കൺട്രോൾ റൂമിൽ ലഭിച്ചിരിക്കുന്നത്. ഈ സൂചിപ്പാറയ്ക്കെതിരെ വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഹെലികോപ്റ്റർ പരിശോധനകൾ നടത്തിയിരുന്നു. അതേസമയം ഇന്ന് ഹെലികോപ്റ്റർ പരിശോധന നടന്നില്ല. അതേസമയം വനപാലകർ സ്ഥിരമായി തന്നെ വനത്തിന്റെ ആ ഭാഗങ്ങൾ പരിശോധന നടത്തിവരുന്നു. വനപാലകർക്കാണ് 4 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ അത് അല്പസമയത്തിനകം തന്നെ അത് അവിടെ നിന്ന് എത്തിക്കാൻ ഒരുപക്ഷെ പിന്നെ ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വേണ്ടിവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു തെരച്ചിൽ നടത്തുന്ന വ്യാപകമായ തെരച്ചിൽ നടത്തുന്ന ഒരു മേഖലയായി സൂചിപ്പാറയ്ക്ക് താഴെ വനമേഖലയും സൺറൈസ് വാലിയൊക്കെ മാറിയിരുന്നു. ആദ്യം അവിടെ നിന്നാണ് ഒരു ആദിവാസി കുടുംബത്തെ വനപാലകരും മറ്റും ചേർന്ന് രക്ഷപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ചില മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും അവിടെ നിന്ന് കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം ഒരു ശരീരഭാഗം സൺറൈസ് വാലിയിൽ നിന്ന് കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് ഹെലികോപ്റ്റർ മുഖേന തെരച്ചിൽ നടത്തില്ല. പകരം വനപാലകരുടെ അവരെല്ലാ ദിവസവും അവിടെ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു വ്യാപകമായി ഇന്ന് മാസ് തെരച്ചിലിന്റെ ഭാഗമായി അവിടെയും വനപാലകർ പരിശോധന നടത്തിയിരുന്നു. അവിടെയാണ് 4 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ അടുത്ത് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങളുടെ എണ്ണം കിട്ടിയ ഒരു ദിവസം ഒരു സന്ദർഭമാണെന്ന് തന്നെ പറയേണ്ടി വരും. ഇന്ന് വ്യാപകമായ മാസ് തെരച്ചിൽ ഇവിടെ ഈ എല്ലാ ഭാഗങ്ങളും മുണ്ടക്കയിലും മറ്റുമൊക്കെ നടത്തുന്നതോടൊപ്പം തന്നെ വനപാലകർ വനത്തിനകത്തും തെരച്ചിൽ നടത്തിയിരുന്നു. ഈ ഘട്ടത്തിലാണ് 4 മൃതദേഹങ്ങൾ സൂചിപ്പാറയ്ക്ക് താഴെ വനഭാഗത്ത് നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. അതോടുകൂടി ഒരുപക്ഷെ മൃതദേഹങ്ങൾ കിട്ടിയവരുടെ എണ്ണം 230 മാറും. ഔദ്യോഗികമായി സ്ഥിരീകരിച്ച കണക്കനുസരിച്ച് തന്നെ 230 മാറും എന്നുള്ളതാണ്. എന്തായാലും ആ മൃതദേഹങ്ങൾ എത്തിക്കാനുള്ള സമയം നമ്മൾ മനസ്സിലാക്കുന്ന ഹെലികോപ്റ്റർ ആ ഭാഗത്തേക്ക് ഇപ്പോൾ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഹെലികോപ്റ്ററിൽ തന്നെ ഇരിക്കും ആ മൃതദേഹങ്ങൾ എത്തി. കാരണം അവിടുന്ന് നേരിട്ട് കൊണ്ടുവരിക എന്ന് പറയുന്നത് കുറച്ചുകൂടി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഒരു ഹെലികോപ്റ്റർ ഇപ്പോൾ ഒരുപക്ഷെ പോകുന്നുണ്ട്. അതിന്റെ ഒരുപക്ഷെ അത് ആ ഭാഗത്തായിരിക്കുമ്പോൾ നമ്മൾ കരുതേണ്ടി വരും. എന്തായാലും അങ്ങനെയാണെങ്കിൽ ഹെലികോപ്റ്റർ മുഖേനയായിരിക്കാം മൃതദേഹങ്ങൾ എത്തിക്കുക. എന്തായാലും അത്തരം ദൃശ്യങ്ങൾ പിന്നെ ഉടൻ തന്നെ വൈകാതെ തന്നെ വരികയും ചെയ്തു. എന്തായാലും വനപാലകർ നടത്തിയ തെരച്ചിലാണ് സൂചിപ്പാറയിൽ 4 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭാഗത്ത് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. ഈ കടാവർ നായയൊക്കെ കൊണ്ടുപോയി തെരച്ചിൽ നടത്തിയ ആ ഭാഗത്ത് തന്നെയാണോ അസ്ലം? ഇവര് പുഴ മുറിച്ച് കടന്നു പോയി വലിയ ബുദ്ധിമുട്ടായിരുന്നു എന്നൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളോട് സംസാരിച്ചിരുന്നല്ലോ. അപ്പം ആ പ്രദേശങ്ങളിൽ ഇനിയും കൂടുതൽ തെരച്ചിൽ ശക്തമാക്കാനുള്ള സാധ്യതയാണോ? തീർച്ചയായും ധന്യ, ഏറ്റവും കൂടുതൽ ആ തുടക്കം മുതൽ തന്നെ ചാലിയാറിൽ മൃതദേഹങ്ങൾ കിട്ടിത്തുടങ്ങിയപ്പോൾ തന്നെ അവിടെ തെരച്ചിൽ നടത്തുന്ന സന്നദ്ധ പ്രവർത്തകരൊക്കെ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് മേപ്പാടിയിൽ സൂചിപ്പാറയിൽ നിന്നും ഈ മുണ്ടേരി വരെയുള്ള ഈ നിലമ്പൂരിന്റെ മുണ്ടേരിയുള്ള സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താൻ സാധ്യത. അവിടെ തന്നെ ഉൾക്കാട്ടിൽ തെരച്ചിൽ നടത്തണമെന്നുള്ളത് ആദ്യം മുതലുള്ള ആവശ്യമായിരുന്നു. അതിനെ തുടർന്നാണ് വനപാലകരും അതോടൊപ്പം തന്നെ സൈന്യവും കോസ്റ്റ് ഗാർഡ് ഉൾപ്പെടെയുള്ള വിവിധ വിഭാഗങ്ങൾ അവിടെ തെരച്ചിൽ നടത്തുക എന്ന് പറയുന്ന സാഹസികമായ പണി. നമുക്കറിയാം, സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ കുത്തനെയുള്ള പിന്നെ ആ ഒരു ചരിവുകൾ അല്ലെങ്കിൽ അതിന്റെ പാറകളെല്ലാം കടന്നു വേണം ആ വനഭാഗത്ത് തെരച്ചിൽ നടത്താൻ. അതിനെ തുടർന്നാണ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് സൺറൈസ് വാലിയിൽ തെരച്ചിൽ നടത്തിയത്. അവിടെ കടാവർ നായയുടെ സേവനം ഉപയോഗിച്ചിരുന്നു. തുടർന്നാണ് 2 ദിവസങ്ങളിലായി മൃതദേഹങ്ങളുടെ പിന്നെ ശരീരഭാഗങ്ങൾ ലഭിച്ചത്. അതേസമയം ആ ഭാഗത്ത് വീണ്ടും തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം സജീവമായി തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് മാസ് തെരച്ചിലിന്റെ ഭാഗമായി വനപാലകർ ആ ഭാഗത്തും അവരുടേതായ രീതിയിൽ വന അന്തർഭാഗങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തെരച്ചിൽ നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ മൃതദേഹങ്ങൾ ലഭിച്ചിരുന്നത്. അതായത് നമുക്കറിയാം, ഇവിടുന്ന് മുണ്ടക്കയിൽ നിന്നും ഉരുൾപൊട്ടി ഒലിച്ചുപോയ മൃതദേഹങ്ങൾ എങ്ങനെയാണ് നിലമ്പൂരിൽ പോത്തുകലെത്തിയെന്ന് പറഞ്ഞാൽ അത് സൂചിപ്പാറ വഴി സൺറൈസ് വാലി വഴിയുള്ള ആ ഒരു വഴിയാണ് ചാലിയാറിലേക്ക് മൃതദേഹങ്ങൾ എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗം പ്രത്യേകിച്ച് സന്നദ്ധ പ്രവർത്തകർക്കും മറ്റൊന്നും നേരിട്ടെത്താൻ കഴിയാത്ത വനത്തിലെ ഉൾവനത്തിലെ ഭാഗങ്ങൾ പ്രധാനമായും പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്, തെരച്ചിൽ വിധേയമാക്കേണ്ടതുണ്ട് എന്ന ആവശ്യത്തോടെയാണ് ആ ഭാഗങ്ങളൊക്കെ പരിശോധിച്ചാലും ഇപ്പോൾ 4 മൃതദേഹങ്ങൾ അവിടെ കിട്ടിയ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഒരുപക്ഷെ മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അസ്ലം, ഇത് ഇങ്ങോട്ട് എത്തിക്കൽ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. ഹെലികോപ്റ്റർ വഴി തന്നെയായിരിക്കുമോ എത്തിക്കാനുള്ള ശ്രമം?
തീർച്ചയായും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഏറ്റവും കൂടുതൽ കാരണം അവിടെ നമുക്ക് പോകാൻ തന്നെ പാടാണ്. വനപാലകർ രാവിലെ പോയ ശേഷം ഒരുപക്ഷെ അവരുടെ തെരച്ചിൽ കഴിഞ്ഞ് വൈകിട്ടാണ് അവർ കാടുകൾ വഴി നടന്നെത്തുക. അതിനെ തുടർന്നാണ് ഹെലികോപ്റ്റർ വഴികളിലേക്ക്. പക്ഷെ ഇന്ന് ഹെലികോപ്റ്റർ രാവിലെ തെരച്ചിൽ തുടങ്ങിയിരുന്നില്ല. ഒരുപക്ഷെ അല്പസമയത്തേക്ക് തുടങ്ങുമെന്നായിരുന്നു നമുക്ക് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പിന്റെ SP പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ പോകുന്ന ഒരുപക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന സൂചിപ്പാറ ഭാഗത്തേക്കാണ് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ഈ മൃതദേഹങ്ങളെ കൊണ്ടുവരാനുള്ള ഒരു യാത്രയായിരിക്കുമെന്ന് ചിലപ്പോൾ നമുക്ക് അനുമാനിക്കേണ്ടി വരും. അതിനെക്കുറിച്ച് വ്യക്തത നമുക്ക് ലഭിച്ചിട്ടില്ല. കാരണം ആ ഭാഗത്ത് നിന്ന് മൃതദേഹങ്ങൾ നേരിട്ട് എത്തിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ ഒരു കാര്യമാണ്. മാത്രമല്ല ഈ എവരും അതായത് ഈ വനപാലകർ അവിടെയുണ്ട്. ഈ മൃതദേഹവുമായി എത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്തായാലും ഒരു എയർലിഫ്റ്റിംഗ് തന്നെ ഒരുപക്ഷെ ആ ഭാഗത്ത് വേണ്ടിവരും. വനാന്തർ ഭാഗമാണ്. മാത്രമല്ല വലിയ പാറകളും വെള്ളച്ചാട്ടവും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ അത്ര വേഗത്തിൽ അവിടെ നിന്ന് പോവുക തന്നെ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് തിരിച്ച് മൃതദേഹങ്ങളുമായി വരിക എന്ന് പറയുന്നത് അതിനേക്കാൾ വളരെ ശ്രമകരമായ ദൌത്യം തന്നെയാണ്. ഒരുപക്ഷെ ഈ പോകുന്ന ഹെലികോപ്റ്റർ ആ ഭാഗത്തേക്ക് പോകുന്നു എന്നാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. എന്തായാലും അല്പസമയത്തിന് തന്നെ സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാവുമെന്ന് കരുതുന്നു. എന്തായാലും 4 മൃതദേഹങ്ങൾ ഇന്ന് കിട്ടിയിരിക്കുന്നു. ഇന്ന് നടന്ന ജനകീയ തെരച്ചിലിന്റെ ഭാഗമായി തന്നെ വനപാലകർ സൂചിപ്പാറ ഭാഗത്ത് കാന്തൻപാറ ഭാഗത്താണ് തെരച്ചിൽ നടത്തി. അവിടെ നിന്നാണ് 4 മൃതദേഹങ്ങൾ കിട്ടിയത്. ഒരുപക്ഷെ അത് എയർലിഫ്റ്റ് ചെയ്ത് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നും മനസ്സിലാകുന്നു. ശരി, അസ്ലം ആണ് വിവരങ്ങൾ നൽകുന്നത്. എയർലിഫ്റ്റ് ചെയ്യും ഈ മൃതദേഹങ്ങൾ എന്നാണ് അറിയുന്നത്. കാരണം അങ്ങോട്ട് പോകാനും വലിയ ബുദ്ധിമുട്ടുള്ളൊരു ഭാഗമാണ്. അതുകൊണ്ട് മൃതദേഹങ്ങളുമായി തിരിച്ചു വരുന്നത് സാധ്യമല്ലാത്തതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യതയാണ്. വനപാലകർ ഇന്ന് നടത്തിയ തെരച്ചിലാണ് മൃതദേഹം കിട്ടിയിരിക്കുന്നത്. 4 മൃതദേഹമാണ് ഈ സൂചിപ്പാറ ഭാഗത്ത് നിന്ന് ലഭിച്ചത്. താഴെ ഭാഗത്ത് വനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ മൃതദേഹങ്ങൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. കൂടുതൽ ആളുകൾക്ക് ഈ വനവുമായി ബന്ധപ്പെട്ട് ഇല്ലെങ്കിൽ ആ ഭാഗങ്ങളൊക്കെ അറിയാവുന്ന ആളുകൾ കൂടി തെരച്ചിലിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരത്തിലൊരു 4 മൃതദേഹങ്ങൾ കിട്ടിയിരിക്കുന്നത്. അവിടെ കൂടുതൽ ആളുകളെ എത്തിച്ചുള്ള തെരച്ചിലായിരിക്കും വരും ദിവസങ്ങളിൽ നടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം നേരത്തെ തന്നെ സംശയം പറയുന്നുണ്ടായിരുന്നു ആ ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ചാലിയാറിൽ നിന്നാണ് കൂടുതൽ മൃതദേഹങ്ങളൊക്കെ ലഭിച്ചിരുന്നത്. അതുകൊണ്ട് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ തന്നെ ആളുകളെ ലഭിക്കും, ഈ കാണാതായവരെ ലഭിക്കും എന്നൊക്കെയുള്ള സംശയങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനനുസരിച്ചുള്ള തെരച്ചിലാണ് നടന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ മൃതദേഹത്തിന്റെ ശരീരഭാഗങ്ങളൊക്കെയായിരുന്നു അവിടെ നിന്നൊക്കെ കിട്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ 4 മൃതദേഹങ്ങൾ അവിടെ കണ്ടെത്തിയിരിക്കുന്നു. വനപാലകരാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. വലിയ തെരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടക്കുന്നുണ്ടായിരുന്നു ആ ഭാഗത്ത്. സൺറൈസ് വാലിയിലൊക്കെ കൊണ്ടുപോയി കടാവർ നായകളെയൊക്കെ കൊണ്ടുപോയുള്ള വലിയ തെരച്ചിലായിരുന്നു. ആ ഭാഗത്ത് മൃതദേഹങ്ങൾ ഉണ്ടാകാമെന്നുള്ള നിഗമനത്തിൽ സംഘമായി പോയി ഓരോ ദിവസവും തെരച്ചിൽ നടത്തുകയായിരുന്നു. ഇപ്പോൾ ഉള്ള ബുദ്ധിമുട്ട് ഇവർക്ക് നേരിട്ട് ഈ തെരച്ചിലിനായി എത്തിയവർക്ക് നേരിട്ട് കൊണ്ടുവരാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എയർലിഫ്റ്റ് ചെയ്യാനുള്ള സാധ്യത നോക്കുകയാണ്. അസ്ലം പറഞ്ഞതുപോലെ ഇപ്പോൾ ഒരു ഹെലികോപ്റ്റർ അങ്ങോട്ട് പോയിട്ടുണ്ട്. അതിൽ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് കാണുന്നത്. 4 മൃതദേഹങ്ങൾ കിട്ടി എന്ന് കൺട്രോൾ റൂമിൽ വിളിച്ചറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹെലികോപ്റ്റർ പോയിരിക്കുന്നതെന്നാണ് മനസ്സിലാകുന്നത്. ഈ വനഭാഗമാണ്, അതിനുള്ളിൽ കൂടിയാണ് ഈ ഉരുള് ഒലിച്ചു പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭാഗങ്ങളിൽ തെരച്ചിൽ നടത്തിയാൽ കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്താം എന്നാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്ന സംഘാംഗങ്ങളും പറയുന്നത്. നേരത്തെ തന്നെ തുടക്കം മുതലേ തന്നെ അങ്ങോട്ട് തെരച്ചിൽ വ്യാപിക്കുകയുണ്ടായിരുന്നു. അവിടെ നിന്നാണ് കൂടുതൽ ശരീരഭാഗങ്ങളെല്ലാം കണ്ടെത്താൻ സാധിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അത്രയും ബുദ്ധിമുട്ടിയാണ് ഈ കെടാവർ നായകളുമായി അവർ പോയിക്കൊണ്ടിരുന്നത്. പുഴ മുറിച്ചു കടക്കണം, അതൊക്കെ വലിയ വെല്ലുവിളി ഉയർത്തിയൊരു തെരച്ചിൽ തന്നെയാണ് നടന്നിരുന്നത്. ഇപ്പോഴും അങ്ങനെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ തെരച്ചിലിലാണ് ഇപ്പോൾ 4 മൃതദേഹങ്ങൾ കൂടി സൂചിപ്പാറയിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിരിക്കുന്നത്. വനപാലകരുടെ തെരച്ചിലാണ് ഇന്നിപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്.